ശബരിമല തന്ത്രി നിയമനത്തിന് 3-അംഗ സമിതിയെ നിയോഗിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിദഗ്ധരായ തന്ത്രിമാർ അടങ്ങിയതാണ് സമിതി. ബ്രഹ്മദത്തിന് താന്ത്രിക രംഗത്ത് മികവുണ്ടോ എന്ന് സമിതി പരിശോധിക്കും. ബ്രഹ്മദത്തിനെ തന്ത്രിയായി ചുമതലപ്പെടുത്തുന്നതിൽ സമിതിയുടെ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നുണ്ട്. എബി, ഈ ശബരിമല തന്ത്രി നിയമനത്തിൽ ദേവസ്വം ബോർഡ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അമ്പിളി, ഇന്നിപ്പോൾ യോഗം അല്പസമയം മുമ്പ് സമാപിച്ചിട്ടേ ഉള്ളൂ. ഈ യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. ശബരിമല തന്ത്രി നിയമനവുമായി ബന്ധപ്പെട്ട് കണ്ഠരര് രാജീവര് തന്റെ മകൻ ബ്രഹ്മദത്തിനെ തന്ത്രിയായി നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ച ദേവസ്വം ബോർഡ് അതിൽ ചില അംഗങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടായിരുന്നു. പക്ഷേ ഭൂരിഭാഗം അംഗങ്ങൾക്കും ബ്രഹ്മദത്തൻ വരുന്നതിനോട് എതിരഭിപ്രായമില്ലായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ ബെഞ്ചിൽ ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഹൈക്കോടതിയാണ് ഈ ദേവസ്വം ബോർഡ് തന്നെ ഇക്കാര്യത്തിൽ അന്തിമമായിട്ടൊരു തീരുമാനം എടുക്കാം എന്നുള്ള കാര്യം പറഞ്ഞത്. എന്നാൽ ബോർഡിനകത്തുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ കൂടി പരിഗണിച്ചാണ് ഇത്തരത്തിൽ 3-അംഗ സമിതിയെ നിയമിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. താന്ത്രിക വിദഗ്ധരായിട്ടുള്ള തന്ത്രിമാരുടെ അടങ്ങുന്ന സമിതിയാണ് ഇത്തരത്തിൽ ഇതിനായി നിയമിച്ചിരിക്കുന്നത്. 3 പേരാണ് ഈ സമിതിയിലുള്ളത്. ഇവർ ബ്രഹ്മദത്തിന് ഈ താന്ത്രിക വിദ്യകളിൽ ഉള്ള പ്രാവീണ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. എന്തായാലും ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയെ ബോർഡ് തങ്ങളുടെ തീരുമാനം അറിയിക്കും. തുടർന്നായിരിക്കും അന്തിമമായിട്ടുള്ള തീരുമാനം ഉണ്ടാകുക. ഇങ്ങനെയൊരു സമിതിയെ വെക്കുന്നത് തന്നെ വരും സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉണ്ടായാൽ അത് എന്തടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നിയമനം നടത്തിയെന്നുള്ള ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് കൃത്യമായി മറുപടി നൽകുക എന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങൾ കാണും. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും.